potentiometric types of potentiometric titrations വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഉള്ള നോട്ടുകളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. Now what are indicator electrodes? അതാണ് what are the types of electrodes used in potentiometric titrations? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ് ഒരു ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനിൽ ഒരു ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡും ഒരു റെഫറൻസ് ഇലക്ട്രോഡും ഉണ്ടായിരിക്കും. അതിൽ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്, മെറ്റൽ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് ആർ സിസ്റ്റംസ് ദാറ്റ് യൂസ് സ്പെസിഫിക് മെറ്റൽ ഇലക്ട്രോഡ്സ് ആസ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ഇൻ ഇലക്ട്രോകെമിക്കൽ മെഷർമെന്റ്. അപ്പൊ അതിൽ നമ്മൾ ഈ സെല്ല് മെഷർ ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് മൈനസ് ഈ റെഫറൻസ് പൊട്ടൻഷ്യൽ ഓഫ് റെഫറൻസ് ഇലക്ട്രോഡ് പ്ലസ് ഇ ജെ ആണ് നമ്മൾ കൗണ്ട് ചെയ്യുക. These indicator electrodes are paired with a reference electrode. And an electrode whose potential is known, like standard Calomel electrode. And the indicator electrode is one of the two electrodes in which the response changes according to changes in the electrolyte. നമുക്ക് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഒന്ന് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ആണ്, മറ്റേത് റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, ഓർ ഇറ്റ് ഈസ് നോൺ. And indicator electrode is one of the two electrodes in which the response changes according to changes in our analyte solution. നമ്മൾ യൂസ് ചെയ്യുന്ന analyte solution അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന കോൺസെൻട്രേഷൻ റെസ്പോൺസ് ചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രോഡ്സിനെയാണ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് പറയാം. There are many types of indicator electrodes we can use to determine endpoint of potentiometric titrations. Moreover, some examples include glass electrode, metal ion indicator electrode, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ IE എന്നുള്ള സിംബൽ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് പല ടൈപ്പ് ഉണ്ട്. അതിലിപ്പം എന്താണ് ഗ്ലാസ് ഇലക്ട്രോഡ് അങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡിൽ a membrane that is sensitive to activity of analyte is used. Therefore, the potential of indicator electrode depends on the concentration of the analyte. അതാണ് അങ്ങനെയുള്ള ഇലക്ട്രോഡ്സിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് എന്ന് പറയാം. Here the analyte enters the electrode membrane which causes a change in membrane potential in the case of glass electrode or membrane electrodes. Indicator electrode are used usually as cathodes. Cathodes ആയിട്ടാണ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡിനെ യൂസ് ചെയ്യുക. And in indicator electrode responds to changes in activity of analyte, whereas reference electrode does not respond to changes in the activity of analytes. Its response is stable. Examples for reference electrode: primary, secondary. Primary reference electrode ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ 0 ആയിട്ട്, അതിന്റെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് കിട്ടും. Or we can use secondary electrodes like silver chloride electrode, or saturated hydrogen electrode, or saturated standard Calomel electrode, or pH electrode. Different types of indicator electrodes: glass membrane, crystal membrane, polymer membrane. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ മെയിൻ ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ടൈപ്സ് ഇപ്പൊ മെറ്റാലിക് ഇലക്ട്രോഡ്സ് ഒരു ടൈപ്പാണ്. അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ്, അതായത് മിക്കവാറും കേസിൽ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സിൽ മെംബ്രെയിൻ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. പിന്നെ ബയോ സെൻസേഴ്സ്, കെമിക്കൽ സെൻസിങ്, ഗ്യാസ് സെൻസിങ് ഉള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ്, അതായത് മെറ്റാലിക് ഇലക്ട്രോഡ്, മെറ്റാലിക് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ് വിച്ച് ആർ മെയ്ഡ് ബൈ മെറ്റൽസ് യൂസ് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ. മെറ്റലിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റാലിക് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്സ്. അതിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ് ആൻഡ് തേർഡ് കൈൻഡ് ഓർ റെഡോക്സ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ്. First kind, metal ion in contact with a solution of its own ions. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോപ്പർ ഇലക്ട്രോഡ് ഇൻ കോപ്പർ സൊല്യൂഷൻ, ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രോഡ് ഈസ് ഡ്യൂ ടു ദി റിയാക്ഷൻ Cu2++ 2 ഇലക്ട്രോൺസ് ഗിവ് Cu. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ കാണാം ഈസ് ഈക്വൽ ടു E0 ഓഫ് Cu2 + Cu ഇലക്ട്രോഡ് മൈനസ്
minus sorry, minus 0.0596916 divided by 2 into log 1 by Cu2 plus, or plus 0.3419 ആണ് E0 of Cu2 plus Cu. So minus 0.05916 by 2 into log 1 by C concentration of Cu2 plus. അതാണ് ഈ സെല്ലിന് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് കലോമൻ ഇലക്ട്രോഡ് ആണ് ആനോഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, സോറി കാത്തോഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ Cu2 പ്ലസ് അൺനോൺ Cu ഇങ്ങനെയാണ് അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ ഇൻഡിക്കേറ്റർ മൈനസ് ഈ റെഫറൻസ് ഇൻഡിക്കേറ്റർ പ്ലസ് ഈ IJ, liquid junction potential. The liquid junction potential is the additional potential generated during electrochemical operation, which can be made zero or can be minimized. അപ്പോൾ നമുക്ക് liquid potential junction potential minimize ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സിൽവർ, ബിസ്മത്ത്, കോപ്പർ, കാഡ്മിയം, മെർക്കുറി, ലെഡ്, ടാലിയം, സിങ്ക്, ഇങ്ങനെ പല ഇലക്ട്രോഡ്സ് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഡിസഡ്വാൻറ്റേജസ്: സ്ലോ കൈനറ്റിക്സ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, എക്സിസ്റ്റൻസ് ഓഫ് സർഫസ് ഓക്സൈഡ്സ്, അതായത് അലുമിനിയം പോലെയുള്ള മെറ്റൽസിനൊക്കെ സർഫസ് ഓക്സൈഡ്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സർഫസ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മുടെ ഇലക്ട്രോഡ് റിയാക്ഷൻസിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് വളരെ അത്ര റിലയബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ മേ നോട്ട് ബി യൂസ്ഡ് ഇൻ അസിഡിക് കണ്ടീഷൻ, അതായത് ഈ സിങ്ക് പോലെയുള്ള മെറ്റൽസ്, ചില മെറ്റൽസ് ദേ വിൽ ബി ഈസിലി ഓക്സിഡൈസ്ഡ് ബൈ H+ ions. And this is the first type. And then indicate metallic indicator electrodes of second kind, that is the redox couple will respond to the concentration of another species if the species is in equilibrium with the this metal ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഇപ്പൊ അതൊരു എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ Ag+, അതായത് സാധാരണ ഇപ്പൊ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഒരു മെറ്റലിന് ആ മെറ്റൽ കൊണ്ടുള്ള ഇലക്ട്രോഡ് അതിന്റെ മെറ്റലിന്റെ സൊല്യൂഷൻ ആയിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ സാധാരണ നമ്മൾ ഇപ്പോ ഒരു സ്പീഷീസ്, ആ സ്പീഷീസിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന വേറൊരു സ്പീഷീസിന്റെ എസ്റ്റിമേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ സിൽവർ Ag+ സൊല്യൂഷൻ ആണ്. If the solution is saturated with silver iodide, Ag+ ന്റെ സൊല്യൂഷൻ നമ്മൾ സിൽവർ അയഡോണ്ട് സാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്താണ് Ag ആയി അതിന്റെ പിന്നെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് Ag+ I- ഉണ്ടാവും. അപ്പൊ if it is saturated, there will be a solubility product എന്നൊക്കെ പറയുമല്ലോ, അത് എത്തിയിട്ടുണ്ടാവും. Ag+ ന്റെ കോൺസെൻട്രേഷൻ അതിന്റെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എത്തുമ്പോഴാണ് ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആവുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് ദ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ Ag+ ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ KSP solubility product into concentration of solubility product of AgI by concentration of I- നേടാം. And this equilibrium constant is equal to solubility product, which is a constant. So E is equal to 0.7996 minus 0.05916 into log I- by KSP AgI. അപ്പോൾ നമുക്ക് റെഫറൻസ് ഇലക്ട്രോഡ് പ്ലസ് AgI സാച്ചുറേറ്റഡ് I അൺനോൺ Ag, ഇങ്ങനെയാണ് ഈ സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ KSP ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഇക്വേഷനിലെ ആ രണ്ട് കോൺസ്റ്റന്റ്സും, ആദ്യമുള്ള E0ന്റെ വാല്യൂവും KSPയും കൂടെ കൂട്ടി K എന്നുള്ള ഒരു പുതിയ കോൺസ്റ്റന്റ് ആക്കി K മൈനസ് 0.05916 ലോഗ് I- കോൺസെൻട്രേഷൻ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാം? ഇതിലെ റിയാക്ഷനിൽ ഡിറൈവ് ചെയ്യുന്ന I- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതുപോലെ യൂസ് ചെയ്യാവുന്ന വേറൊരു ഇലക്ട്രോഡാണ് Cu2+.
CuI2 ഇലക്ട്രോഡ്. അതേമാതിരി തന്നെ നമുക്ക് ഈ മൈനസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. Then electrodes of third kind, മൂന്നാമത്തെ ടൈപ്പ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്, this category are metallic redox indicators. Electrodes made from inert metals used to detect oxidation reduction in solution. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആ മെറ്റലിന്റെ തന്നെ ഇലക്ട്രോഡ് അല്ല, ഇനർട്ട് മെറ്റൽസ് കൊണ്ടുള്ള പിന്നെ ഇലക്ട്രോഡ്സ് ആണ്. അത് റെഡോക്സ് ടൈട്രേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ, അപ്പൊ ഇതിൽ ഈ ഇലക്ട്രോഡ് സാധാരണ ആക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഇലക്ട്രോൺ സിങ്ക് അല്ലെങ്കിൽ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ടാണ്. ഡിറ്റക്ഷൻ ഓഫ് സീറിയം 3+ വിത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ് is an example for such an electrode. Cerium 4+ ഇലക്ട്രോൺ റിഡ്യൂസ് ചെയ്യപ്പെട്ട് സീറിയം 3+ ആവും. ആൻഡ് ഈ ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡിന്റെ EMF is equal to E0 minus 0.0592 log cerium activity of cerium 3+ by activity of cerium 4+. ഇത് ഇങ്ങനെ ഈ ഓക്സിഡേറ്റഡ് റെഡോക്സ് സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് മെംബ്രെയിൻ ഇലക്ട്രോഡ്സ് ആണ്. ഇതാണ് 3 ടൈപ്പ് പിന്നെ എന്താണ് ഇലക്ട്രോഡ്സ് ഉള്ളത്. ഇനി ഇതിലൊരു ടൈപ്പ് നമ്മൾ പറയാതെ വിട്ടതുണ്ട്, ഇൻസൊല്യൂബിൾ മെറ്റൽ സോൾട്ട് മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. മെറ്റൽ ഇലക്ട്രോഡ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്ലൈറ്റ്ലി സൊല്യൂബിൾ സോൾട്ട്, അങ്ങനെയുള്ള കോണ്ടാക്ട്. ദിസ് ഇലക്ട്രോഡ്സ് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ആനയോൺ കോൺസെൻട്രേഷൻ. ഇഫ് ആനയോൺ കോൺസെൻട്രേഷൻ ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്, ഇലക്ട്രോഡ്സ് ഓഫ് ദിസ് മേ ബി യൂസ്ഡ് ആസ് റഫറൻസ് ഇലക്ട്രോഡ്സ്. ഇങ്ങനത്തെ നമുക്ക് റഫറൻസ് ഇലക്ട്രോഡായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻസൊല്യൂബിൾ മെറ്റൽ സോൾട്ട് മെറ്റൽ ഇലക്ട്രോഡ്. പിന്നെ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്സ് ആണ് അടുത്ത കാറ്റഗറി. ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദെയർ നെയിം, അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് പോസസ് ഹൈ ഡിഗ്രി ഓഫ് സെലക്ടിവിറ്റി ഇൻ ആൻ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്, ISC എന്നാ പറയാ. അതിനൊരു മെംബ്രെയിൻ ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ദ, ഇപ്പൊ ഗ്ലാസ് മെംബ്രെയിൻ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ് ആണെങ്കിൽ അതില് ഗ്ലാസ് മെംബ്രെയിൻ ആണ് മെംബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ഇന്റഗ്രൽ റഫറൻസ് ഇലക്ട്രോഡ്, ആൻഡ് ഇപ്പൊ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും, ഇന്റേണൽ റഫറൻസ് ഇലക്ട്രോഡ് ഉണ്ടാവും, ആൻഡ് ഇന്റേണൽ റഫറൻസ് ഇലക്ട്രോലൈറ്റ് ഓഫ് ഫിക്സഡ് ആക്ടിവിറ്റി. ആൻഡ് ദിസ് ion selective electrode immersed in sample solution that contains analyte of interest along with the reference electrode. അപ്പോൾ നമ്മുടെ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡിനെ 3 പാർട്സ് ഉണ്ട്. ഒന്നൊരു മെംബ്രെയിൻ ഉണ്ടാവും, അത് ഗ്ലാസ് മെംബ്രെയിൻ ആവാം, സോളിഡ് മെംബ്രെയിൻ ആവാം, പോളിമർ മെംബ്രെയിൻ ആവാം. നമ്മൾ ഫ്യൂവൽ സെൽസിലൊക്കെ പഠിച്ചിട്ടില്ലേ പോളിമർ മെംബ്രെയിൻ, അതുപോലെയുള്ള മെംബ്രെയിൻ ഏതും ആവാം. പിന്നെ ഒരു ഇന്റേണൽ റഫറൻസ് ഇലക്ട്രോഡ് ഉണ്ടാവും, ഇന്റേണൽ റഫറൻസ് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു മെറ്റൽ ഇലക്ട്രോഡ് ഇന്റേണൽ റഫറൻസ് ആയിട്ടുണ്ടാവും. അത് എന്തിലാ കിടക്കുന്നത്, ഇന്റേണൽ റഫറൻസ് ഇലക്ട്രോലൈറ്റും വേറെ ഉണ്ടാവും. നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രോലൈറ്റിന് പുറമെ അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് സ്പീഷീസിന്റെ സൊല്യൂഷന് പുറമെ ഇതുണ്ടായിരിക്കും. Ion selective electrode immersed in sample solution that contains analyte of interest along with the reference electrode. ഒരു ഭാഗത്ത് റെഫറൻസ് ഇലക്ട്രോഡും അതേപോലെ സൊല്യൂഷൻ സാമ്പിൾ സൊല്യൂഷൻ കണ്ടെയ്ൻസ് അനലൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. The membrane is chosen to have specific affinity for a particular ion. ഈ മെംബ്രെയിന് ആ പർട്ടിക്കുലർ അയോണിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എഫിനിറ്റി ഉള്ള മെംബ്രെയിൻ ഉള്ള ഇലക്ട്രോഡാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഈസ് ആക്ടിവിറ്റി ഓഫ് ദി അയോൺ ഇൻ സാമ്പിൾ ഡിഫേഴ്സ് ഫ്രം ദാറ്റ് reference electrolyte. A potential develops across the membrane that is independent on ratio of this, that is dependent on the ratio of the activities. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആക്ടിവിറ്റീനെ ആണ് ഈ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. All of various types of membrane used in ion selective electrode operate by incorporating the ion to be analyzed into membrane with accompanying establishment of a membrane potential.
The scope of electrochemical analysis can be extended to measuring gases and non-ionic components by combining ion selective electrode with gas permeable membranes, enzymes, and even immobilized bacteria or tissues. ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം എന്താണ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് ചില ഗ്യാസസിന്റെ പ്രസൻസ് എത്രയുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ് സെൻസിങ് ഇലക്ട്രോഡ്സ് എന്നാ പറഞ്ഞ. പിന്നെ നോൺ അയണിക് കോമ്പൗണ്ട്സ് ബൈ പിന്നെ ചില നോൺ അയണിക് കോമ്പൗണ്ട്സിന്റെ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ പൊട്ടൻഷ്യോമെട്രിയിലൊക്കെ അയണിക് കോമ്പൗണ്ട്സിനെയാണ്, പക്ഷെ അയണിക് കോമ്പൗണ്ട്സ് അല്ലാതെ ചില നോൺ അയണിക് കോമ്പൗണ്ട്സിന്റെ എസ്റ്റിമേഷൻ. അതേപോലെ അത് യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് വെച്ചാല് ഗ്യാസ് പെർമിയബിൾ മെംബ്രെയിൻസ് ആണ് ഉപയോഗിക്കുക. എൻസൈം ആൻഡ് ഈവൻ ഇമ്മൊബിലൈസ്ഡ് ബാക്ടീരിയ. അപ്പൊ എൻസൈംസ് യൂസ് ചെയ്യും, മെംബ്രെയിൻസ് എൻസൈംസ് ആയിട്ട് യൂസ് ചെയ്യും. അതേപോലെ ചിലപ്പോൾ മെംബ്രെയിൻസ് ഇമ്മൊബിലൈസ്ഡ് ബാക്ടീരിയോ ടിഷ്യൂസോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മെംബ്രെയിൻ സെൻസിറ്റീവ് ഇലക്ട്രോഡ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്ലാസ് മെംബ്രെയിൻ ഇലക്ട്രോഡ്സ്. ഇത് വളരെ കോമൺ ആയിട്ട് pH മെഷർമെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് H+ അയോൺസിന്റെയും H3O+ അയോൺസിന്റെയും മെഷർമെന്റിന്. The membrane is a thin glass 50 micrometer wall thickness made of silica which contains some sodium ions. When membrane is soaked in water, a thin hydrated layer is formed on surface. മെംബ്രെയിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് മെംബ്രെയിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രേറ്റഡ് ലെയർ ഫോം ചെയ്യും, in which negative oxide groups in the glass act as ion exchange sites. If the electrode is placed in acid solution, H+ exchanges with Na+ in hydrated layer, producing an external potential. In alkaline solution, H+ ion moves out of the membrane in exchange of Na+ ion. അപ്പൊ നമ്മൾ H+ അയൺസിനെയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ H+ അയോൺസ് മെംബ്രെയിനിന്ന് പുറത്തേക്ക് പോകും. The nature of if the electrode is placed in acid solution. അപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് ഒരു നെഗറ്റീവ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. അത് അയോൺ എക്സ്ചേഞ്ച് സൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. The nature of glass used for the construction of glass electrode എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോഡ ലൈം ഗ്ലാസ് ആണ് യൂസ് ചെയ്യുക. അതിൽ സിലിക്കൺ ഡയോക്സൈഡ് 72%, സോഡിയം ഓക്സൈഡ് 22% ആൻഡ് കാൽസ്യം ഓക്സൈഡ് 6% ആണ് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. Such electrodes satisfactorily work over pH range of 1 to 9. By replacing most of the sodium content by lithium, we can make it to measure pH range up to 14. അപ്പൊ ഇതിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ പൊട്ടൻഷ്യൽ കാണാൻ ഈ ഗ്ലാസ് ഇസ് ഈക്വൽ ടു E0 ഗ്ലാസ് മൈനസ് RT/F ln H+ അയോൺ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഈ മറ്റുള്ളതൊക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഇത് 0.0591 pH ആണ്. Merits of the glass electrode is most generally used where chemical inertness is essential, and the glass electrode is very sensitive. It is used for several kinds of applications, and it covers both acidic and alkaline pH. നമ്മുടെ pH meter ഒക്കെ പലതും ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. Generally, potential of glass membrane depends on pH. അത് അതിൻ്റെ ഒരു demerit. It is tedious to accurately determine single electrode capacity because it depends on many factors. Deposits on membrane of electrode can disturb the pH measurements. മെംബ്രെയിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മെഷർമെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ഫ്രജൈൽ ഗ്ലാസ് ബ്രേക്ക് ഡൗൺ ഉള്ള വളരെ വളരെ തിന്നായിട്ടുള്ള ഗ്ലാസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബ്രേക്ക് ഡൗണിനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട്. ഇലക്ട്രോഡ് ഈസ് ഓഫൺ നീഡഡ് ടു കാലിബ്രേറ്റ്. ഇലക്ട്രോഡിനെ നമ്മൾ ഏതെങ്കിലും ബഫർ സൊല്യൂഷൻ വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബഫർ സൊല്യൂഷൻസ് ആർ നെസസറി. നമ്മൾ ഉണ്ടാക്കി കൃത്യം pH ഉള്ള ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കിയോ പർച്ചേസ് ചെയ്തിട്ടോ നമ്മൾ അതിനെ യൂസ് ചെയ്യാം.
used to calibrate. ഇനി അടുത്തത് ടൈപ്പ് സോളിഡ് മെംബ്രെയിൻ ഇലക്ട്രോൺ ആണ്. ഹിയർ ദ ഗ്ലാസ് മെംബ്രെയിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഒരു സോളിഡ് മെംബ്രെയിൻ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ക്രിസ്റ്റൽ or pressed pellet containing salt of the ion to be determined. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് ഇലക്ട്രോഡ് ആണ്. ദ ആക്റ്റീവ് മെംബ്രെയിൻ ഈസ് എ സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് lanthanum fluoride, LaF3, lanthanide fluoride doped with Europium-2. Europium-2 നെ കൊണ്ട് ഡോപ്പ് ചെയ്തിട്ടുള്ള ലാന്തനം ഫ്ലൂറൈഡ് ക്രിസ്റ്റൽ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സീറ്റഡ് ഇൻ ടു ദ എൻഡ് ഓഫ് എ റിജിഡ് പ്ലാസ്റ്റിക് ട്യൂബ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ആൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സൊല്യൂഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇവിടുത്തെ ആക്റ്റീവ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ലന്താനം ഫ്ലൂറൈഡിന്റെ ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആണ്. അതിനെ ഡോപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ യൂറോപ്പിയം കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇന്റേണൽ ഇലക്ട്രോലൈറ്റും ഒരു ഭാഗത്ത് ഒരു എക്സ്റ്റേണൽ സൊല്യൂഷൻ, നമ്മളുടെ ആക്റ്റീവ് സൊല്യൂഷൻ ഉണ്ട്. ടിപ്പിക്കലി ദി ഇന്റേണൽ സൊല്യൂഷൻ ഈസ് 0.1 മോളാർ ഈച്ച് ഓഫ് NaF ആൻഡ് NaCl. അതിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്റേണൽ സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഫ്ലൂറൈഡ് അയോൺ ആക്ടിവിറ്റി കൺട്രോൾസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇന്നർ സർഫസ് ഓഫ് lanthanum fluoride membrane, and the chloride ion activity fixes the potential of internal AgAgCl reference electrode. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് AgAgCl ആണ്. ഒരു സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ് ആണ്. അതിന്റെ ഇന്റേണൽ സൊല്യൂഷൻ ആയിട്ട് NaF NaCl മിക്സ്ചർ ആണ്. അപ്പൊ ഇതിന്റെ ഫ്ലൂറൈഡ് അയോൺ ആക്ടിവിറ്റി ആണ് ഇന്നർ സർഫസിന്റെ പൊട്ടൻഷ്യൽ കവർ ചെയ്യുന്നത്. ഇതിന്റെ ഈ ലന്താനം ഫ്ലൂറൈഡ് മെംബ്രെയിനിന്റെ ആൻഡ് ക്ലോറൈഡ് അയോൺ ആക്ടിവിറ്റി ഫിക്സസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇന്റേണൽ AgAgCl റെഫറൻസ് ഇലക്ട്രോഡ്. E is equal to EMF ഇത് കാണാനായിട്ട് E is equal to E constant plus RT by F into ln F minus internal by F minus external crystalline solid state ion selective electrode. Membranes fashioned from polycrystalline or single crystal inorganic salts. Polycrystalline ion selective electrodes are made by forming a thin pellet of silver sulfide or a mixture of a silver sulfide and either a second silver salt or another metal sulfide. ഇങ്ങനെ നമ്മൾ മെംബ്രെയിൻസ് മാറ്റി പോളിക്രിസ്റ്റലൈൻ അയോൺ സെലക്റ്റീവ് മെംബ്രെയിൻസ് ഉണ്ടാക്കും. നേരത്തെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ സൾഫൈഡ് അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. If insoluble silver salt and silver sulfide is used to make the membrane, then the membrane potential also responds to concentration of the anion